Hi friends, welcome back. 500 രൂപയിൽ താഴെ വില വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ഹൈ ബേസും കാര്യങ്ങളും അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയ സൗണ്ടും കാര്യങ്ങളൊക്കെയുള്ള കുറച്ച് നല്ല ഇയർഫോണുകൾ, ഒരു 4 നല്ല ഇയർഫോണുകൾ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ 500 രൂപ താഴെ ഇയർഫോണൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇതിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു നല്ല ഇയർഫോണിനെ ആഡ് ചെയ്യാൻ പറ്റും. എന്തായാലും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോ അകത്ത് ചെന്നിട്ട് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പം 4 ഇയർഫോണുകൾ, അതും 500 രൂപയ്ക്ക് താഴെ വില വരുന്ന നല്ല ക്വാളിറ്റിയുള്ള 4 ഇയർഫോണുകളുടെ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ 4 ഇയർഫോണിലേക്ക് ഞാൻ എത്തിയത് നമ്മുടെ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഒരു ഗിവ് അവേയും കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടൊരു അഭിപ്രായം പറഞ്ഞു കണ്ടു. എല്ലായ്പ്പോഴും പറയുന്നത് തന്നെയാണ്, എങ്കിലും ഈ ഒരു ടൈമിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് കണ്ടു. പക്ഷെ ഒരു സ്മാർട്ട് ഫോണും കാര്യങ്ങളും ഗിവ് അവേ നടത്താനുള്ള ഒരു സെറ്റപ്പൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ബോട്ടിൻ്റെ കുറച്ച് നല്ല വയർലെസ് ഹെഡ്ഫോൺ അന്വേഷിച്ചാണ് ഇറങ്ങിയത്. അവിടെ നമുക്ക് നല്ല ഹെഡ്ഫോണുകൾ 2-3 കിട്ടിയിട്ടുണ്ട്. അത് ഗിവ് അവേ ആയിട്ട് വരും. അതിന് പ്രത്യേകിച്ച് ടാസ്ക് ഒന്നുമില്ല. നിങ്ങൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് പോവുക, വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അത് അത്യാവശ്യമാണ്. അതും വേഗത്തിൽ തന്നെ ചെയ്യുക. വീഡിയോ വന്നു കഴിയുമ്പോൾ വേറെ കണ്ടീഷനൊന്നുമില്ല. ഗിവ് അവേയുടെ റിസൾട്ട് ഞാൻ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇയർഫോണുകളാണ്. 4 നല്ല ഇയർഫോണുകൾ, ഈ ഒരു അന്വേഷണത്തിനിടയിൽ എൻ്റെ കയ്യിൽപ്പെട്ട 4 നല്ല ഇയർഫോണുകൾ. അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതും എൻ്റെ കാർട്ടിൽ, ആമസോണിൽ എൻ്റെ കാർട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇയർഫോണുകൾ നിങ്ങളോട് ഞാൻ ഏതൊക്കെയാണെന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓഫർ കാലഘട്ടത്തിൽ നിങ്ങളുടെ കാർട്ടിൽ ഉൾപ്പെടുത്തി ഒരു 500 രൂപ താഴെയുള്ള നല്ല ഇയർഫോണുകൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാം. എന്തായാലും ഈ ഒരു ലിസ്റ്റിൽ ആദ്യത്തെ ഇയർഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ ബഡ്സ് ക്ലാസിക് എന്ന് പറയുന്ന ഇയർഫോണാണ്. സത്യത്തിൽ ഈ ഒരു ഇയർഫോൺ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു വലിയ ഇംപ്രഷൻ തോന്നിയില്ല. കാരണം ഒന്നതിൻ്റെ സ്ട്രെയിറ്റ് പിന്നാണ്, എൽ ഷേപ്ഡ് അല്ല. അങ്ങനെ വരുമ്പോൾ അത് അത്ര കൺവീനിയൻസ് ആയിരിക്കില്ല. പിന്നെ ഇത് സെമി ഇൻ ഇയർ ആണ്, ഫുൾ ഇൻ ഇയർ ടൈപ്പ് അല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ടൈപ്പിലുള്ള ഒരു ഇയർഫോണാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതൊരു കംഫർട്ട് ആയിരിക്കുമോ അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. ബട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് 14.2 mm ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു കിഡിലൻ ഇയർഫോണാണ് റിയൽമി ബഡ്സ് ക്ലാസിക് എന്നുള്ളത്. സത്യത്തിൽ ഈ ഒരു ബഡ്സ് ഇറങ്ങിയപ്പോൾ ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല. കാരണം ഞാൻ പൊതുവേ നമ്മൾ കൂടുതലായിട്ടും 1000 രൂപയുടെ മുകളിലുള്ള നെക്ക് ബാൻഡും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ റിവ്യൂ ചെയ്ത് വന്നിരുന്നത്. 500 രൂപ താഴെയുള്ള ഇയർഫോണുകളെ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ഈ ഒരു വലിയൊരു മിസ്റ്റേക്കായി പോയി. കാരണം ഒരു നല്ല ക്വാളിറ്റിയുള്ള ഇയർഫോണാണ് റിയൽമിയോടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 14.2 mm ഡ്രൈവറൊക്കെയുള്ള ഒരു ഹെഡ്ഫോൺ, ഒരു ഇയർഫോൺ 500 രൂപ താഴെ വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എക്സലൻറ്റ് ക്വാളിറ്റി തന്നെയാണ്. ഇതിനകത്ത് ഹെവി ബേസും കാര്യങ്ങളുണ്ട്. നോർമൽ ലെവലിൽ വെച്ച് കുറേ അധികം കൂടിയൊരു ബേസും കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ നല്ല ക്ലാരിറ്റിയും സൗണ്ടിനുണ്ടെന്നാണ് പറയുന്നത്. സോ ഓവറോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല ബേസൊക്കെ ഇഷ്ടപ്പെടുന്ന ഇയർഫോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് റിയൽമിയുടെ ബഡ്സ് ക്ലാസിക്. ഇത് തന്നെയാണ് ഒരുപാട് പേരുടെയും ഫസ്റ്റ് ചോയ്സ് ആയിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ഇത്തിരി ബേസിക് കൂടുതലുള്ള പാട്ടുകളാണ് ഇഷ്ടം, അല്ലെങ്കിൽ അത്തരത്തിൽ ബേസ് കൂടുതലുള്ള മ്യൂസിക് കേൾക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ നോക്കുമ്പോൾ എനിക്കും ഇത് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ തോന്നിയത്. സോ റിയൽമി ബഡ്സ് ക്ലാസിക് നല്ല ബേസ് ബൂസ്റ്റഡ് ആയ ഒരു ഹെഡ്ഫോൺ ആണ്. ഇതാണ് എൻ്റെ ലിസ്റ്റിലെ 1ാമത്തെ ഇയർഫോൺ. ഇതിൻ്റെ ലിങ്ക്, പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതിൻ്റെ കേബിളും കാര്യങ്ങളും നോക്കിയാൽ ടാങ്കിൾ ഫ്രീ ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ 1-2 കാര്യങ്ങളാണ് ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത്. ഈ ഒരു ഇയർഫോണിൻ്റെ വില നോക്കിയാൽ 399 രൂപ മാത്രമാണ് വരുന്നത്. സോ നല്ലൊരു വിലയ്ക്ക് നല്ലൊരു ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു നല്ല ഇയർഫോണാണ് റിയൽമി ബഡ്സ് ക്ലാസിക്. ഇനി അടുത്തത് 460 രൂപയ്ക്ക് കിട്ടുന്ന റിയൽമി ബഡ്സ് ആണ്. റിയൽമി ബഡ്സ് തീർച്ചയായിട്ടും ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാലൻസ്ഡ് ഇയർഫോണാണ്. സോ ഓവറോൾ ഒരു ഗുഡ് ക്വാളിറ്റി, ടാങ്കിൾ ഫ്രീ, അതേപോലെ മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് പോലുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഒരിത്തിരി ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു ഇയർഫോൺ. റബ്ബർ ഷീറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ വെക്കുമ്പോൾ വേറെ പെയിനും കാര്യങ്ങളൊന്നും വരില്ല, കറക്റ്റായിട്ട് സെറ്റായിട്ടിരിക്കും. ഓവറോൾ ബിൽറ്റ് ക്വാളിറ്റി നോക്കിയാലും ബ്രൈഡഡ് കേബിളൊക്കെ ആയിട്ട് ടാങ്കിൾ ഫ്രീ ആണ്. നമുക്ക് ചുറ്റുപണഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയൊന്നും വരില്ല. ടോട്ടലി ഒരു നല്ല ഒരു പെർഫെക്ഷൻ, ഒരു ഇയർഫോൺ എന്ന് പറയുമ്പോൾ ആ റേഞ്ചിൽ നമുക്കൊരു പെർഫെക്റ്റ് സെറ്റപ്പിൽ കിട്ടുന്ന ഒരു ഇയർഫോണാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലിസ്റ്റിലെ 2ാമത്തെ ഒരു ഇയർഫോണായിട്ട് റിയൽമി ബഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു ഇയർഫോൺ എന്ന് പറയുന്നത് ബോട്ടിൻ്റെ ബേസ് ഹെഡ് 152 ആണ്. നമ്മൾ ഗിവ് കൊടുക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിരിക്കുന്ന ബോട്ടിൻ്റെ വയർലെസ് ഹെഡ്ഫോൺ തന്നെയാണ്. ഈ ഒരു ബ്രാൻഡ് ഈ ഒരു റേഞ്ചിൽ ഒരു അടിപൊളി ക്വാളിറ്റി തരുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് നമ്മുടെ 3ാമത്തെ ഇയർഫോൺ ബേസ് ഹെഡ് 152. ഈ ഒരു ഇയർഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 mm ഡ്രൈവറാണുള്ളത്. സോ ഒരു ഓവറോൾ ഗുഡ് ക്വാളിറ്റി, ഒരു പ്ലസ് ഒരു ഇച്ചിരി കൂടിയ ഒരു ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബാലൻസ്ഡ് ആയ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇത്തിരി കൂടിയ ബേസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ടാങ്കിൾ ഫ്രീ ആണ്. അതേപോലെ തന്നെ മൈക്കൊക്കെ വരുന്നുണ്ട്. മൈക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇയർഫോണിലും വരുന്നുണ്ട് കേട്ടോ. സോ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൽ ഷേപ്ഡ് ആണ്. സോ ഓവറോൾ ഒരു ഗുഡ് ക്വാളിറ്റിയിൽ ഗുഡ് ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു നല്ല ഇയർഫോണാണ് ബോട്ടിൻ്റെ ബേസ് ഹെഡ് 152 എന്ന് പറയുന്നത്. ഇതിൻ്റെ വില വരുന്നത് 499 രൂപയാണ്. സോ 500 രൂപ റേഞ്ചിലുള്ള ഒരു ഇയർഫോണാണ് ബോട്ടിൻ്റെ ഈ ബേസ് ഹെഡ് 152.
ഇനി അടുത്തൊരു ഇയർഫോൺ എന്ന് പറയുന്നത് റെഡ്മിയുടെ ഇയർഫോൺസ് ആണ്. ഈ ഒരു ഇയർഫോണിലേക്ക് വന്നാൽ ഇതും ഒരു 10mm ഡ്രൈവറുമായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. സോ ഓവറോൾ ഇതിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. ഓവർ ബേസ് ഒന്നുമല്ല, എങ്കിലും അത്യാവശ്യം ബേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു നല്ലൊരു സെറ്റപ്പിലുള്ള ഒരു ഇയർഫോണാണ്. ടാങ്കിൾ ഫ്രീ തന്നെയാണ്, എൽ ഷേപ്ഡ് ആണ്, മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ഈ ഒരു ഇയർഫോണും ഈ റേഞ്ചിലെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഇയർഫോണായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു ഇയർഫോണാണ്. സോ ഇത് റെഡ്മിയുടെയാണ്. MI എന്നുള്ള ബ്രാൻഡിലല്ല വരുന്നത്, റെഡ്മി ഇയർഫോൺ എന്ന പേരിലാണ് ഈ ഒരു സംഗതി വരുന്നത്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അടുത്ത ഒരെണ്ണം, ലാസ്റ്റത്തെ ഒരു ഇയർഫോൺ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ JBL C50HI എന്ന് പറയുന്ന ഒരു ഇയർഫോണാണ്. JBL മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ വേറെ ലെവലാണ്, നമുക്കറിയാം. ഓവർ ഹെവി ബേസും കാര്യങ്ങളൊന്നും അല്ല ഇവർ തരിക, ഒരു നല്ല ക്വാളിറ്റി, ഓവറോൾ ഒരു ആവറേജ് ക്വാളിറ്റി എല്ലാ തരും. ഒരു ആവശ്യത്തിന് ബേസ്, ആവശ്യത്തിന് ലോ മിഡ് ഹൈ അങ്ങനെ നോക്കിയാൽ എല്ലാം ഒരു ആവറേജ് ലെവലിൽ കൊടുത്ത് ഒരു ഗുഡ് ക്വാളിറ്റി നമുക്ക് തരുന്ന ഒരു ബ്രാൻഡാണ് JBL. ഇവിടെയും അവർ അത് തന്നെയാണ് ചെയ്യുന്നത്. ഓവർ ഹെവി ബേസ് ഒന്നും അല്ല ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്, ഒരു ബാലൻസ്ഡ് ആയ സൗണ്ട് എന്നുവെച്ചാൽ ഒരു ട്രൂ മ്യൂസിക് ഡിസൈനിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഈ ബേസിൻ്റെ ഓവർ ആ സംഭവമൊന്നും വരാത്തൊരു ഇയർഫോണാണ് വേണ്ടതെങ്കിൽ ഈ ഒരു JBL ഇയർഫോൺ നിങ്ങൾക്ക് ആശ്രയിക്കാം. 9mm ഡ്രൈവറും കാര്യങ്ങളൊക്കെയാണ്, എൽ ഷേപ്ഡ് കണക്ടർ തന്നെയാണ്, മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ഒരു നല്ല സെറ്റപ്പിലുള്ളൊരു സംഗതിയാണ്. JBL C50HI എന്നാണ് ഇതിൻ്റെ പേര്. 499 ഇതിൻ്റെ വില വരുന്നത്. ഈ ഒരു റേഞ്ചിൽ എനിക്ക് തോന്നുന്നു JBLൻ്റെ ഈ ഒരു ഇയർഫോൺ തന്നെയാണ് നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് കിട്ടാനുള്ളൂ. സോ JBLൻ്റെ ഇയർഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തന്നെയാണ്, ബാക്കിയുള്ളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ഓവറോൾ നോക്കിയാൽ ഇത് ഞാനൊരു 5ാം സ്ഥാനത്ത് നിർത്തുന്ന ഒരു ഇയർഫോണാണ്. സോ ഇത്രയുമാണ് എൻ്റെ ലിസ്റ്റിൽ വരുന്ന ഇയർഫോണുകൾ. പക്ഷേ ഞാൻ 5 ഇയർഫോണുകൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, 4 ഇയർഫോണുകളാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ആദ്യം പറഞ്ഞ 4 ഇയർഫോണുകൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് JBL മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ 1000 രൂപ താഴെയായാലും 1000 രൂപ മുകളിലായാലും ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അത് പക്ക ഒരു ബാലൻസ്ഡ് ആയ സൗണ്ടാണ്. പക്ഷേ ഒരുപാട് പേരും ഇത്തിരി ബേസൊക്കെ കൂടിയ നല്ല പഞ്ചിയായ സൗണ്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് അത്ര നല്ല ഓപ്ഷൻ ആയിരിക്കില്ല. എങ്കിലും ആ JBL എന്ന ബ്രാൻഡിനെ ഞാനിവിടെ മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം ബേസൊക്കെ ഉള്ള ഒരു ഒത്തിരി നല്ല ഒരു സോഫ്റ്റ് ആയ അല്ലെങ്കിൽ ഒത്തിരി പഞ്ചിയായ എക്സ്പീരിയൻസ് തരും. പ്രത്യേകിച്ചും ഹെവി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ Realme Buds Classic തന്നെ നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.